ഹലോ, ഇന്ന് ഞാനൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. പഴം കഴിക്കാൻ കൂടുതലും മടിയുള്ള ആൾക്കാർക്ക് ഇതുപോലെ എന്തെങ്കിലും ഒരു പലഹാരം പോലെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പഴം നമുക്ക് ആ രൂപത്തിലല്ലാതെ വേറൊരു രൂപത്തിൽ കുട്ടികളെയൊക്കെ നമുക്ക് പറ്റിക്കാമല്ലോ. അവർക്ക് പഴം കഴിക്കാൻ മടിയുണ്ടെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും പലഹാരമൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർ കഴിക്കും. അപ്പോൾ അതുപോലെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്കാർക്കെങ്കിലും പഴം കഴിക്കാൻ മടിയുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കാം. വേറൊരു സംഭവമാണ്, അത് ഇത്തിരി കൂടി നല്ല ടേസ്റ്റ് ഉള്ളതാണ്. ഇത് ഇത്തിരി ഹെൽത്തി ആൻഡ് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യണം. ഓക്കെ, നമുക്കപ്പോൾ വീഡിയോ കാണാം. ആദ്യം തന്നെ പഴമൊക്കെ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നമ്മളെല്ലാം സെറ്റാക്കി വെച്ചു. നമുക്കിഷ്ടമുള്ള അത്രയും പഴം എടുക്കാം. പഴത്തിൻ്റെ കൂടുതൽ ടേസ്റ്റ് വരാതിരിക്കാൻ വേണമെങ്കിൽ കുറച്ച് പഴം എടുത്തിട്ടുണ്ടാക്കാം. ഇതുപോലെ പഴങ്ങളൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് നമ്മൾ മിക്സിയിൽ അതൊന്ന് അടിച്ചിട്ട് അതിനൊന്ന് ഒരു ലിക്വിഡ് ഫോമിൽ ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത് ആദ്യം തന്നെ. എന്നാൽ നമുക്ക് മിക്സ് ചെയ്യാൻ എളുപ്പമുണ്ടാവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളത് മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മൾക്ക് ബാക്കിയുള്ള ഓരോരോ സാധനങ്ങൾ ചേർക്കാം. അപ്പോൾ 2 കപ്പ് അരിപ്പൊടിയാണ് എടുത്തത്. പിന്നെ ശർക്കര മധുരത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള അത്രയ്ക്ക് മധുരത്തിന്, പിന്നെ നാളികേരത്തിൻ്റെ, പിന്നെ കുറച്ച് നെയ്യ്, പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി വേണം. അപ്പോൾ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അരിപ്പൊടിയിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഈ ശർക്കരയൊക്കെ ചേർക്കാൻ പോവാണ്. അപ്പോൾ അരിച്ചിട്ടെടുക്കണം. അതിനുള്ളിൽ ചില കല്ല്, പൊടി അങ്ങനത്തെ ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ അരിച്ചെടുക്കുക. അതിന് ബാക്കി നമ്മൾ അരച്ച് വെച്ച പഴത്തിൻ്റെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നാളികേരം നമുക്ക് ഇഷ്ടമുള്ള അത്രയ്ക്ക് എല്ലാം നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ഒരു അളവിലെടുക്കുക. പിന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഇത്രയ്ക്കേ ഉള്ളൂ. പിന്നെ അവസാനം ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കും. അത്രേ ഉള്ളൂ. അങ്ങനെയാണ് ഇതെല്ലാം കൂടി മിക്സ് ചെയ്യുക. ഇങ്ങനെയാണ്, ഇത്രയ്ക്കേ ഉള്ളൂ പരിപാടി. ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ നമുക്ക് ഈ പഴങ്ങളൊക്കെ കഴിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് ഇതേപോലെ ഒരു ഇങ്ങനെ വട്ടയപ്പോ കിണ്ണത്തപ്പോ ഒക്കെ പോലെ അതേപോലെ ആയിരിക്കും നമ്മൾ ലാസ്റ്റ് ഉണ്ടായി വരിക. അപ്പോൾ അതുപോലെ ഉണ്ടാക്കിയിട്ട് ആവിയിൽ വേവിച്ചാണ് എടുക്കുന്നത്. നമ്മൾ ഇഡലിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ പാത്രം വെച്ചിട്ട് നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കുന്നു. ഭയങ്കര എളുപ്പമാണ്, ഒന്നും ചെയ്യാനില്ല. അപ്പം ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് വേണമെങ്കിൽ 4 മണിക്ക് കഴിക്കുമ്പോൾ നമുക്ക് വിശപ്പും മാറും, നല്ലോണം വിശപ്പ് മാറും. പിന്നെ ഇതിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങളൊക്കെ നല്ല പഴവും അരിപ്പൊടിയൊക്കെ അല്ലേ, അപ്പോൾ അതത്രയ്ക്ക് നല്ല സാധനങ്ങളാണ്. നമുക്ക് ഹെൽത്തിനൊന്നും പ്രശ്നമുള്ളതല്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി, യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുകയാണെങ്കിൽ നിങ്ങളത് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് വീട്ടിൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറയണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ വരുന്നവരെ ബൈ.